ജില്ലയിൽ ഗവൺമെന്റ് ഹൈസ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതി മുഴുവൻ വിജയിച്ച് 100% വിജയം നേടിയ ആദ്യത്തെ 1ാം നമ്പർ സ്കൂളാണ് GHS. നമസ്കാരം. നീള 24 ലൈവിൽ നിന്ന് എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഉപജില്ലയിലെ വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ്. ഇന്ന് വിളയൂർ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അഭിമാന നിമിഷമാണ്. ഇവിടുത്തെ അധ്യാപകരും PT അംഗങ്ങളും അതിലുപരി വിദ്യാർത്ഥികളും ഒരുപോലെ സന്തോഷത്തിലാണ്. SSLCക്ക് പരീക്ഷ എഴുതിയ 133 കുട്ടികളും വിജയം തീർത്തുകൊണ്ട് പട്ടാമ്പി ഉപജില്ലയിലെ തന്നെ ഗവൺമെന്റ് സ്കൂളിലെ 100% വിജയം നേടിയ ആദ്യ സ്കൂൾ എന്ന ഒരു നേട്ടമാണ് ഇവർ കൈവരിച്ചിരിക്കുന്നത്. തുടർച്ചയായി 8ാം തവണയാണ് ഇവർ ഈ അച്ചീവ്മെന്റ് കൈവരിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം വെക്കാനാണ് ഇപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ കൂടെ ചേരുന്നത്. അപ്പോൾ HM ആയ നിഷ ടീച്ചർ നമ്മുടെ കൂടെ ഉണ്ട്. എന്താണ് പറയാനുള്ളത്? വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട്. തുടർച്ചയായി 8 വർഷം 100% നേടുക എന്നത് കേൾക്കുമ്പോൾ നമുക്കത് വളരെ സിമ്പിളായി തോന്നാമെങ്കിലും ഈ വർഷം 25-26 അധ്യയന വർഷം അതികഠിനമായ ഒരു ടാസ്ക് തന്നെയായിരുന്നു. പാഠപുസ്തകങ്ങൾ മാറി, പരീക്ഷാ രീതികൾ മാറി, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ആകെ മാറ്റം വന്നപ്പോൾ കുട്ടികൾ തന്നെ വലിയ ആശങ്കയുണ്ടായിരുന്നു. ചിട്ടയായ അധ്യയനം, ചിട്ടയായ പഠനം, കൃത്യമായ അച്ചടക്കത്തോടു കൂടിയുള്ള വിദ്യാലയ പ്രവർത്തനങ്ങൾ, അധ്യാപകരുടെ അകമഴിഞ്ഞ പിന്തുണ, PTA എല്ലാവിധ സഹായ സഹകരണങ്ങൾ, സർവോപരി മക്കൾ ഞങ്ങൾക്കൊപ്പമായിരുന്നു. പറഞ്ഞാൽ അനുസരിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥിനികൾ. അതാണ് വിളയൂർ ഹൈസ്കൂളിന്റെ വിജയത്തിന്റെ രഹസ്യം. അതുപോലെ തന്നെ പറഞ്ഞു ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ കടന്നുപോയെന്ന്. എന്തൊക്കെയായിരുന്നു അത്? ഞങ്ങൾക്ക് പ്രധാനമായും ഇവിടെ ക്ലാസ് മുറികളുടെ ഒരു അപര്യാപ്തതയുണ്ട്. പ്രതിഭാധനരായ അധ്യാപകരും സമർത്ഥരായ കുട്ടികളും ഉണ്ടെങ്കിലും നല്ലൊരു ശാസ്ത്ര ലാബ് ഇപ്പോഴും ഒരു സ്വപ്നമാണ്. കുട്ടികൾ ക്ലാസ് മുറികളിൽ തിങ്ങിത്തിരക്കിയാണ് ഇരുന്ന് പഠിക്കുന്നത്. 3-4 ക്ലാസ് മുറികൾ കിട്ടിയാൽ ഇതിലും സുന്ദരമായി മികച്ച വിജയം ഇനിയും പ്രദാനം ചെയ്യാൻ വിളയൂർ ഹൈസ്കൂളിനാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. PTയും ഒരുപോലെ ഹാപ്പിയാണ്. ഞാൻ നേരത്തെ വിജയാഘോഷത്തിൽ ഇവർ പറയുന്നത് കേട്ടു, ഒരുപാട് സപ്പോർട്ട് PTയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവരൊരു സന്തോഷം കൂടി കേൾക്കാം. എന്താണ് തുടർച്ചയായിട്ടുള്ള 8 തവണയാണ് തുടർച്ചയായിട്ടുള്ള ഈ വിജയം കൈവരിക്കുന്നത്. അതിന് തീർച്ചയായും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരുടെയും കടുത്തമായ പരിശ്രമം കൊണ്ടാണ് വിജയം കൈവരിച്ചിട്ടുള്ളത്. എല്ലാവിധ അഭിനന്ദനങ്ങളും വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സിനും അറിയിക്കുന്നു. ഈ ടീച്ചർ പറഞ്ഞിട്ടുള്ള ചെറിയ പരിമിതികൾ നമുക്കുണ്ട്. ക്ലാസ് റൂമുകൾ കുറച്ച് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അതുകൂടി പരിഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ളത് വിശ്വാസം ഉണ്ട്. ഇത് ടീം വിളയൂരിന്റെ വിജയമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇവരങ്ങനെ അനൗൺസ് ചെയ്ത് കേട്ടു. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ടീം വിളയൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരേ മനസ്സായി ഒരേ സ്വരത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് ഞങ്ങൾ കൈവരിച്ച ഒരു മികച്ച വിജയം തന്നെയാണ്. അതിൽ അഭിമാനം കൊള്ളുന്നു. വിദ്യാർത്ഥികളും ഒരുപോലെ സന്തോഷത്തിലാണ്. ഇനി നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് പോകാം. വളരെ സന്തോഷമുണ്ട്. ഫുൾ A+ വാങ്ങാൻ കഴിഞ്ഞു. കുറേ ഞങ്ങളുടെയും അതുപോലെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ടും കൊണ്ടാണ്, PTA എല്ലാവരുടെയും സപ്പോർട്ടും കൊണ്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ഹാർഡ് വർക്കും അത് നന്നായി ബലം കണ്ടു. നല്ല സന്തോഷം. അവരൊരുപോലെ ഹാപ്പിയാണ്. അതുപോലെ വിളയൂരത്തെ വാർഡ് മെമ്പർ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. ഈ സ്കൂള് സ്ഥിതി ചെയ്യുന്ന വാർഡ് മെമ്പർ, അതെ, നമ്മുടെ SMC ചെയർമാൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം എന്തു പറയുന്നു? വളരെയധികം സന്തോഷം. 8ാം തവണയും വിളയൂർ ഈ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ചില പരിമിതികളുണ്ടെങ്കിൽ പോലും ഭാവിയിൽ അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഒരു +2 +1 സംവിധാനം കൂടി ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് ഈ സ്കൂളിനെ വലിയ ഒരു ഉന്നതിയിലേക്ക് ഉയർത്താൻ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ ശ്രമം കൂടി ഉണ്ടാകുന്ന കൂടി ഈ സമയത്ത് ഞങ്ങൾ പറയുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതെ, അപ്പോൾ ഇവരുടെ പരിമിതികളൊക്കെ മറികടന്നുകൊണ്ട് ഈ 8ാം തവണ ഇപ്പം നേടിയ വിജയം തുടർ വർഷങ്ങളിലും തുടർന്നുകൊണ്ടേയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ വിജയാഘോഷവേളയിൽ നമ്മുടെ HM പറഞ്ഞു കേട്ടു, ദർ ഈസ് നോ ഷോർട്ട് കട്ട് ഫോർ ദ ഗ്ലിറ്ററിംഗ് ഗോൾഡ് എന്ന്. അതുപോലെ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടാണ് അവർ ഈ ഒരു 8ാം തവണയും ഈ വിജയം കൈവരിച്ചത്. നമുക്കറിയാം സിലബസ് ഇത്തവണ കുറച്ചുകൂടി ടഫായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ലിബറൽ ആയിരുന്നില്ല. അപ്പോൾ ആ പരിമിതികളൊക്കെ മറികടന്നുകൊണ്ട് തന്നെ 133 കുട്ടികളും വിജയം കൈവരിച്ചു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ ഒന്നുകൂടി ഇവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തുകൊണ്ട് നീള 24 ലൈവിന് വേണ്ടി ക്യാമറാമാൻ വിനീതിനൊപ്പം രഹനാ തപസ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.